ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. തമ്പുരാൻ്റെ ഉയർപ്പ് ദിവസം, ഉയർപ്പിൻ്റെ ആ മാഹാത്മ്യം യഥാർത്ഥത്തിൽ ഗ്രഹിക്കാതെ നിരാശയോടുകൂടി യെരുശലേമിൽ നിന്ന് എമൗവോസിലേക്ക് യാത്രയാകുന്ന ശിഷ്യന്മാരായ രണ്ടുപേരുടെ കൂടെ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന ഒരു വാർത്തയാണ് ഇന്നത്തെ ധ്യാന വിഷയം. വാടിയ മുഖത്തോടുകൂടി നടക്കുന്നവരുടെ ഹൃദയത്തിൽ പ്രതീക്ഷയുടെ കനൽ വിതറുന്ന മശിഹ. ഇവിടെ ഒരു തിരിച്ചറിവിൻ്റെ ആധ്യാത്മികതയാണ് നമ്മൾ കാണുന്നത്. ശിഷ്യന്മാരോട് ഗുരു ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇരുൾ മാറി വെളിച്ചം വന്നതെന്ന് തിരിച്ചറിയുന്നതെന്ന്. ശിഷ്യന്മാർ ഓരോ ഉത്തരവും പറയുന്നുണ്ട്. ആടിനെയും പട്ടിയെയും തമ്മിൽ തിരിച്ചറിയുന്നത് പോലെ, കിഴക്ക് വെളിച്ചം ഉദിക്കുന്നത് പോലെ, ഇങ്ങനെ കുറേ ഉത്തരങ്ങൾക്ക് ശേഷം ശിഷ്യന്മാരോട് ഗുരു പറയുന്ന മറുപടി ഇങ്ങനെയാണ്: എപ്പോഴാണോ നിന്റെ അടുത്ത് നിൽക്കുന്നവൻ നിന്റെ സഹോദരനാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നത്, അവൻ്റെ വേദന എൻ്റെ വേദനയാണ്, അവൻ്റെ സന്തോഷം എൻ്റെ കൂടി സന്തോഷമാണെന്ന് തിരിച്ചറിയുന്നത്, അപ്പോൾ മാത്രമേ ജീവിതത്തിലെ ഇരുൾ മാറുകയുള്ളൂ എന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. തമ്പുരാനും പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുത്. ഒരുപക്ഷെ തമ്പുരാനിൽ നിന്ന് വലിയ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ശക്തനായ ഒരു മശിഹയെ പ്രതീക്ഷിച്ചെടുത്ത് തമ്പുരാന്റെ മരണം ഒരു നിരാശയുടെ കരിമ്പടപ്പ് ഉദിക്കുന്ന ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ തമ്പുരാൻ ഒരു പ്രതീക്ഷയുടെ ചോദ്യമായി കൂടെ നടക്കുകയാണ്. യെരുശലേമിൽ നിന്ന് ചില നിമിഷങ്ങളിൽ നമ്മളും വല്ലാതെ അകന്നു പോകുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ തിരിച്ചറിയാതെ പോകുമ്പോൾ നമ്മൾ തമ്പുരാനിൽ നിന്ന് വല്ലാതെ മാറുകയാണ്. ലോത്ത് സോദോമിന്റെ സുഖം തേടി കൂടാരം മാറി മാറി അടിച്ചതായിട്ടാണ് തിരുവചനം പറയുന്നത്. പക്ഷേ അവൻ സോദോമിന്റെ സമ്പത്തൊക്കെ നേടി, പക്ഷെ അവൻ്റെ ആത്മീക ജീവിതത്തിൽ അവൻ്റെ മക്കളെ, അവൻ്റെ കുടുംബത്തെ ഒക്കെ നഷ്ടപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട ഒരു മദ്യപാനശീലമൊക്കെയുള്ള ഒരാൾ പറഞ്ഞ എങ്ങനെയാണ്, എനിക്ക് തന്നെ നിയന്ത്രിക്കുവാൻ സാധിക്കുമെന്ന്, ഇത് നിർത്തണമെന്ന് വെച്ചാൽ എനിക്ക് പറ്റും, പക്ഷെ ഇപ്പം എൻ്റെ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു പക്ഷേ ആദ്യ പടിയിൽ നിർത്താമെന്നൊക്കെ തോന്നിയിട്ട് കുറേ ആളുകളുടെ ജീവിതത്തിലൊക്കെ കാണുന്നുണ്ട്, അച്ഛാ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ചില നിരാശയുടെ തെറ്റായ വഴികളെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ആദ്യമേ തന്നെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഭാരതീയ ചിന്തയിൽ ഇതിനെപ്പറ്റി പറയുന്നത് വനത്തിൽ കൂടി ഇരുട്ടത്ത് യാത്ര ചെയ്യുന്നത് പോലെയാണ്. വഴിയറിയത്തില്ലാത്തവരുടെ ജീവിതത്തിൽ പ്രകാശവും കൂടി നഷ്ടപ്പെടുന്ന അനുഭവം. രാത്രിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ രാത്രിയിൽ ഞങ്ങളോടുകൂടി ചെലവിട്ടിട്ട് പോകാമെന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഒരു അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, ഭാരതീയ ചിന്ത പറയുന്നത് പോലെ തപസോമ ജ്യോതിർഗമയ. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നത് ജീവിതത്തിൻ്റെ നിരാശയുടെ നടുവിൽ ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ അതൊരു സമാധാനത്തിൻ്റെ അവസ്ഥയാവുകയാണ്. സങ്കീർത്തനക്കാരൻ പാടുന്നത് പോലെ, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ല. കാരണം എന്താണ്? എൻ്റെ ജീവിതത്തെ വഴി നടത്തുന്നത് യഹോവയായ ദൈവമാണെന്നുള്ള ഒരു വലിയ ബോധ്യമാണ്. വീണ്ടും ആ ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തമ്പുരാൻ അപ്പമെടുത്ത് മുറിക്കുകയാണ്. മുറിക്കുന്ന അപ്പത്തിൽ തിരുമുറിവുകൾ കാണുന്ന ശിഷ്യന്മാരെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. തമ്പുരാൻ തൊടുന്ന ജീവിതങ്ങളിൽ ചിലപ്പോൾ ചില മുറിവുകളൊക്കെ കാണാം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, സമാധാനത്തിനായി എനിക്ക് കയ്പായത് സംഭവിച്ചു. പത്രോസിന്റെ ജീവിതത്തിൽ ക്രിസ്തു കടന്നു വരുമ്പോൾ അവന് പടകും അവൻ്റെ വലയും അവൻ്റെ കുടുംബത്തിലെ ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. സക്കായിക്ക് സമൂഹത്തിലെ നല്ല ഉദ്യോഗസ്ഥനായ ചുങ്കക്കാരൻ എന്നുള്ള സ്ഥാനം നഷ്ടപ്പെടുന്നുണ്ട്. പാപിനിക്ക് തൻ്റെ ജഡീകമായ സുഖവും അതിൽ നിന്നുള്ള സമ്പത്തും നഷ്ടപ്പെടുന്നുണ്ട്. മത്തായിക്ക് പണക്കിഴി നഷ്ടപ്പെടുന്നുണ്ട്. പൗലോസിന് അധികാരമൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. ക്രിസ്തു നിമിത്തം ജീവിതത്തിൽ നഷ്ടമായ ഇത്തരം സൗഭാഗ്യങ്ങളെപ്പറ്റി ഈ വേദപുസ്തകം പറയുന്നത്, അഥവാ ഈ പിതാക്കന്മാരൊക്കെ ചിന്തിച്ചത്, അത് ചവറാണെന്നാണ്. ചവറാകുന്ന ചിലതിനു വേണ്ടി യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന പലതിനെയും നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ജീവിതത്തിൽ മൂല്യമായത് നമുക്ക് പലപ്പോഴും എന്താണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കാതെ പോവുകയാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, ഒരുവൻ മൂല്യമായത് തിരിച്ചറിഞ്ഞിട്ട് തനിക്കുള്ളത് മുഴുവൻ വിറ്റ് അത് സമ്പാദിക്കുന്നതായിട്ട്. ഒരു രാജാവ് നോട് സന്യാസി പറയുന്നുണ്ട്,
യഥാർത്ഥത്തിൽ മഹാരാജാവെ, അങ്ങാണ് പരിത്യാഗി. സമാധാനവും സ്നേഹവും സന്തോഷവും എന്തെല്ലാമാണ് ഈ കിരീടത്തിനായി, ഈ അധികാരത്തിന് വേണ്ടി നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. ഓർക്കുക, ജീവിതത്തിൽ സമ്പത്തിന്റെ പിന്നാലെയുള്ള, അധികാരത്തിന്റെ പിന്നാലെയുള്ള, മറ്റു പല ആസക്തികൾക്ക് പിന്നെയുള്ള ഓട്ടത്തിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത് സമാധാനമാണ്, സന്തോഷമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. വീണ്ടും അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോൾ അവരുടെ കണ്ണിലെ ഇരുട്ട് നഷ്ടമാവുകയാണ്, ഹൃദയം പ്രകാശപൂരിതമായി തീരുകയാണ്. അവർ തിരിച്ചറിയുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ പ്രതിസന്ധികളിൽ, അല്ലെങ്കിൽ വഴിതെറ്റിയ ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ വന്നത് ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുകയാണ്. ക്രിസ്തുവിൻ്റെ പ്രകാശിക്കുന്ന ഒരു ജീവിതം അവരുടെ ജീവിതത്തെ പ്രകാശമുള്ളതാക്കി മാറ്റുകയാണ്. നമുക്കും ക്രിസ്തുവിൻ്റെ പ്രകാശത്തിലേക്ക് ജീവിതത്തിൽ ഒരു ഉപനയനം നടത്താം. തെറ്റായ ചില എമ്മാവോസിലേക്കുള്ള യാത്രയേക്കാൾ ഉപരിയായി നമുക്ക് തിരികെ വരാം തമ്പുരാൻ്റെ സ്വർഗീയമായ യെരുശലേമിലേക്ക്. ഈ ഉയർപ്പിൻ്റെ ദിവസം നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹത്തിൻ്റെതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ.